ഉണ്ണിയെ എത്ര നേരം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? ഞാനിവിടെ പോകേണ്ടത്. എടാ നീ നേരം വിളിച്ചാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കടറ അവിടെ വൈകുന്നേരം വരെ ഇരിക്കുക. വേറെ വേണക്കൊരു പണിയില്ലേ? അറിയില്ല. എന്താ അറിയില്ല? ചേട്ടാ ഇവര് സത്യം പറഞ്ഞ വിഷാദ രോഗമാണ്. ഇന്നലെ ഞാൻ സിദ്ധന്റെ അടുത്ത് പോയിരുന്നു. അപ്പൊ എന്റെ കാര്യം പറഞ്ഞു ഞാൻ. അപ്പൊ നാളെ ചെന്നിട്ട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. നീ എന്റെ കൂടെ വന്നാൽ മതി. നാളെ നമുക്ക് പോയിട്ട് ആ സിദ്ധനെ കണ്ടൊരു പൂജ നടത്തി എന്റെ അസുഖമൊക്കെ മാറും. ഒന്ന് ഉഷാറാവോ? ആ അപ്പൊ നാളെ പോവല്ലേ? അതെ പോണെന്നുണ്ട്. നമ്മള് മിനിയാത്ത പത്രം പൈസങ്ങൾ എന്ത് അതില് സിദ്ധന്റെ ഫോട്ടോ ഉണ്ടാ? നരബലി. രണ്ട് പാവപ്പെട്ട പെണ്ണുങ്ങളെ കൊന്നിട്ട് തിന്നു കളഞ്ഞു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് പോല്? എടാ അത് അവിടെയൊക്കെ പല സ്ഥലത്തും പലതും നടക്കും. പക്ഷെ സത്യസിദ്ധൻ അങ്ങനെയല്ല. അതൊരു പ്രത്യേക ഒരു ബോധോദയം ഉണ്ടായതാണ്. എത്ര പേരവിടെ വരുന്നറിയോ? അതെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇയാൾക്കെതിരെ കുറെ ആൾ ഒപ്പ് ശേഖരണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ആൾ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഞാൻ ഒപ്പ് കൊടുത്തു. അതെന്താണെന്നറിയോ? ഈ സിദ്ധൻ എന്ന് പറയുന്ന ആൾ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളല്ല, ജാതിയിൽപ്പെട്ട ആളല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമില്ല. ഇയാള് സ്വതന്ത്രമായിട്ട് എല്ലാവർക്കും വേണ്ടി പൂജ ചെയ്യണ ആളാ. അപ്പൊ അയാളെതിരെ ഒരുപാട് പേര് വരും. അയാളുടെ കൂടെ നിൽക്കുന്ന പരികർമ്മികൾ വരെ വിവിധ മതത്തിൽപ്പെട്ടവരാ. ഒരു പ്രത്യേക പൂജ. എന്നിട്ട് ആ സ്വാമിയെ വിളിച്ചിട്ട് പോന്നു. അത് ചില ആൾക്കാർ വിവരമില്ലാണ്ട് വിളിക്കണാണ് സ്വാമിന്ന്. വേറെ മതത്തിലുള്ളവർ വന്നു കഴിഞ്ഞാൽ സിദ്ധ, അങ്ങുന്നേ, അങ്ങനെ പലതും വിളിക്കും. ബഹുമാനത്തോടെ വിളിക്കണതാണത്. അല്ലാണ്ട് സ്വാമിന്നൊന്നും വിളിക്കുന്ന സിദ്ധനെ ഇഷ്ടമല്ല. അതൊരു പ്രത്യേക പൂജ. എന്നെ കണ്ടിരുന്ന നീ 2 കൊല്ലമായിട്ട് ഞാൻ പണിക്ക് പോയിരുന്നോ? വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കല്ലായിരുന്നു? പണിക്ക് പോവാണ്ട തരികട കാണിച്ച് കിടക്കാന്ന് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയില്ലേ? ഞാൻ ഈ സിദ്ധന്റെ അടുത്ത് എന്ന് ഈ വിഷമം പറഞ്ഞപ്പോൾ ഒരു പൂജകേട് നടത്തി. പിറ്റേ ദിവസം മുതൽ ഞാൻ പണിക്ക് പോകാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ എന്നും പണിക്ക് പോകുന്ന കാണില്ലേ നീ? ഇപ്പൊ എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? നിന്റെ അസുഖം മാറണോ? നീ എന്റെ കൂടെ പോരെ. പൂജ നടത്തി എന്റെ സൂക്കേട് ശരിയാവണം. പണിക്ക് പോകണമെന്നില്ല. നീ വാ, നമുക്ക് പോവാ. നാളെ ഞാനും വരണമെന്നുണ്ട്. എന്നാലും ഒരു പേടിയും പേടിക്കണ്ട. നീ എന്റെ കൂടെ വന്നോ, നിന്റെ എല്ലാ പ്രയാസവും മാറും. ചേട്ടാ ഒരു 1/4 കിലോ മുളക് പൊടി, പിന്നെ ഒരു 1/4 കിലോ മല്ലിപ്പൊടി, ഒരു 100 മഞ്ഞൾ, ഒരു 200 പച്ചമുളക് കൊടുക്കും. വീട്ടിലെന്താ പരിപാടി? വീട്ടിലെ പരിപാടിയൊന്നുമില്ല. ഇന്ന് രാത്രി സിദ്ധന്റെ വീട്ടിലൊരു പൂജ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാ. അല്ല ഈ പൂജക്ക് സാമ്പ്രാണി, ചന്ദനത്തിരി, കർപ്പൂരം, ഇങ്ങനത്തെ കുറെ സാധനമല്ലേ വേണ്ട? അരിപ്പൊടിയല്ലോ ഈ പറഞ്ഞതൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് പൂജ. അതിന്റെ കൂട്ടത്തില് ഇറച്ചി കറി വെച്ചിട്ട് പൂജിക്കും. എന്നിട്ട് ആ ഇറച്ചി പ്രസാദമായിട്ട് നമ്മൾ കഴിക്കും. ഉണ്ണീനെ കൊന്ന് കറി വെക്കാൻ കിട്ടൂല. എടാ മനുഷ്യനല്ല, കോഴീനെ കൊന്ന് കുരുതി കൊടുത്തിട്ട് അതിന്റെ ഇറച്ചി വെച്ച് പൂജിക്കാന്നാ പറഞ്ഞ്. നിങ്ങളിതെവിടെ പോയി രതീഷൊന്ന് വന്നേട്ടെ. രതീഷ് അല്ലല്ലോ, നീയല്ലേ തുടങ്ങണ്ട, സംസാരിക്കേണ്ട ആള്. സംസാരിക്കല്ലേ, അവൻ മൈക്കൊപ്പിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. അവനിത് എവിടെ പോയത്? രാഘവട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോ? പറഞ്ഞിട്ടുണ്ട്, വന്നത് വരും. ഇവനിപ്പോ എവിടെ? മൈക്ക് കിട്ടിയത് മൈക്കിൽ കൂടെ വിളിച്ചു പോവല്ലേ? വൈകിക്കണ്ട. ഇതിന്റെ പ്രവർത്തനമൊക്കെ അറിയാമോ? ഇതെങ്ങനെ? നീ ഒരു കാര്യം ചെയ്യും. നീ എന്തിനു വിടയിക്കണേ? നീ വിടയിക്കാതെ നീ പോയി ഒപ്പ് മേടിക്ക്. പോയി എല്ലാവരും മേടിക്ക്. കാര്യം ഞങ്ങൾ ഇവിടെ മൈക്കിലൂടെ പറയുന്ന ആൾക്കാർ കേട്ടോളൂ. ബാക്കി ഒപ്പിടിച്ചോ. പ്രിയമുള്ള നാട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുഴപ്പവുമില്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ ശാന്തസുന്ദരമായിരുന്ന നമ്മുടെ ഈ പ്രദേശത്ത് ഇപ്പോൾ കുറച്ചു നാളായി അന്ധവിശ്വാസവും അനാചാരങ്ങളുമൊക്കെ ഒരു സിദ്ധന്റെ പേരിൽ ഇവിടെ നടന്നു വരികയാണ്. ഇതുമൂലം നമ്മുടെ ഈ പ്രദേശത്തെ സ്വൈര്യ ജീവിതം നശിക്കുകയും അസമയത്തും മറ്റു സമയങ്ങളിലുമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പാടില്ലാത്ത ആളുകൾ വന്നു പോവുകയും ഒക്കെ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മന്മഥേട്ടന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു യുവജന പ്രക്ഷോഭം ഒരുക്കിക്കൊണ്ടുവരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ സമർപ്പിക്കുകയും പോലീസ് ഓഫീസേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നു എന്നുള്ള വിവരം എല്ലാവരും ഒപ്പിട്ടൊരു മാസ് പെറ്റീഷൻ സമർപ്പിക്കുവാനാണ് അവിടെ നിന്നും നിർദ്ദേശിച്ചിരിക്കുന്നത്. ചേട്ടാ, ഈ ഒപ്പ് സമർപ്പിച്ചിട്ടുള്ളത്
ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ നമ്മളിങ്ങനെ പറ്റുള്ളൂ നമുക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് അത് എവിടേക്കാണ് ഈ പോകുന്നത്? അയ്യോ സുഹൃത്തെ, നിങ്ങളടുത്തല്ല, നമ്മുടെ നാടിന്റെ ഈ പോക്ക് എവിടേക്കാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അനാചാരക്കാരെ നമ്മൾ പോരാടണം. ദയനീയമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പൊക്കോണ്ടിരിക്കുന്നത്. ചേട്ടാ, ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നം അന്ധവിശ്വാസം. നമ്മുടെ ജനങ്ങളുടെ തലയിൽ കയറി കുടികൊണ്ട് കഴിഞ്ഞു. വീട്ടിലെ ഗണപതി പൂജ കഴിഞ്ഞ ഒരു ഉദാഹരണം ഞാൻ അന്ധവിശ്വാസത്തിനെതിരെ നമ്മുടെ ഈ മുന്നിൽ കാണുന്ന ഈ റോഡിന്റെ നടുക്ക് നിങ്ങൾ കയറി നിൽക്കുകയാണ്. അപ്പൊ അതുവഴി ഒരു വണ്ടി വന്നാൽ അത് നമ്മളെ ഇടിക്കും എന്ന് നമുക്കറിയാം, അത് വിശ്വാസം. പക്ഷെ എന്നാൽ നമ്മളവിടെ നിൽക്കുമ്പോൾ ദൈവം വന്ന് നമ്മളെ രക്ഷിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തികൾ വന്ന് നമ്മളെ രക്ഷിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലേ? അത് അന്ധവിശ്വാസമാണ്, അന്ധവിശ്വാസം. ഇനി ഞാനിത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ കൈയടിക്ക് വേണ്ടിയിട്ട് പറഞ്ഞതല്ല കേട്ടോ. ആരും കൈയടിച്ചില്ല, ഞാൻ അല്ല, എന്നാലും ഞാൻ പറയാം, അവരെ ഉള്ളിൽ അടിക്കണുണ്ടാവും. അപ്പോ ഈ അന്ധവിശ്വാസം നമ്മൾ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പം തുടങ്ങിയതാണ്. അതായത് മയിൽപ്പീലിത്തുണ്ട് നമ്മളോടെല്ലാം പറയും, പുസ്തകത്തിനകത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് കുട്ടിയിട്ട് വേറെ ഉണ്ടാവുമെന്ന്. അന്ന് തുടങ്ങിയതാണ് അന്ധവിശ്വാസം. മാറേണ്ട സമയമായി. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് ഒരുത്തൻ ഇവിടെ വന്നിട്ടുണ്ട്, അന്ധവിശ്വാസമായിട്ടൊരു സിദ്ധൻ. അവൻ്റെ പേര് സത്യൻ. ഇനി അവൻ്റെ ശരിക്കുള്ള പേര് നിങ്ങൾക്ക് അറിയാമോ? തൊരപ്പൻ സത്യൻ. പണ്ട് തേങ്ങാ മോഷണ കേസിൽ ഇവിടെ നിക്കക്കള്ളി ഇല്ലാതെ രായ്ക്കരാമാനും മുങ്ങിയവനാണ്. ഇപ്പൊ എവിടെ പോയി എന്തോ കഴിവ് കിട്ടിയെന്ന് പറഞ്ഞ ഇവിടെ വന്നേക്കെ. അങ്ങനെ അവന് കഴിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ വെല്ലുവിളിക്കുന്നു, എന്നെ അവൻ ശപിച്ച് ഭസ്മമാക്കട്ടെ. അയ്യോ, അത് വേണോ? എന്ത് അന്ധവിശ്വാസം വേണ്ട, നമുക്ക് വിശ്വാസം. ഞാൻ വെല്ലുവിളിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഇന്നേ പറയാനുള്ളൂ, ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അനാശാസ്യ പ്രവർത്തനം എന്ന് എന്നെ പറയണം. അതിനെ തുടച്ചു മാറ്റാൻ നിങ്ങളെല്ലാവരും നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഓരോപ്പ് നിങ്ങളെല്ലാവരും ഇടണം. അപ്പോൾ ഇനി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാനും നമ്മുടെ രാഘവേട്ടനുണ്ട്. അദ്ദേഹത്തിലേക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ്. രാഘവേട്ട, രതീഷേ, അപ്പുറത്ത് ഒപ്പിട് മേടിക്കെല്ലാരെയൊന്നും. വെല്ലുവിളി ഒഴിവാക്കായിരുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥ വല്ലാണ്ടായിരിക്കുന്നു. ശാസ്ത്രചിന്തയോ യുക്തിചിന്തയോ ശാസ്ത്രബോധമോ നമ്മളിൽ നിന്ന് കൈമോശം വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം സിദ്ധന്മാർ നമ്മുടെ നാടിൽ അടിഞ്ഞുകൂടി നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെയും സ്വഭാവത്തെയും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശാസ്ത്രീയമായി ചിന്തിക്കുകയും എല്ലാത്തിലും യുക്തി കണ്ടെത്തുകയും ചെയ്യുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ, നമ്മൾ ഇത്തരം ബാധ ഒഴിപ്പിക്കുന്ന സിദ്ധന്മാരെ വിശ്വാസത്തിലെടുക്കില്ല. മനുഷ്യന് വിശ്വാസം ആവശ്യമാണ്. പക്ഷേ ഇത്തരം അന്ധവിശ്വാസങ്ങൾ മനുഷ്യനെ കാടത്തത്തിലേക്കാണ് നയിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ കൊന്നു തിന്നുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ നാട് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് സാധാരണക്കാരോട് ഞാൻ പറയുന്നത്, നമ്മൾ ഏത് നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒളിച്ചോടി പോയ പലരും സിദ്ധവേഷം അണിഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് നമ്മളെ കബളിപ്പിക്കുന്നത് വളരെ പരിതാപകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇങ്ങനെ ആണോ ഈ രാജ്യത്തെ നയിക്കാൻ പോകുന്നത്? എത്ര സിദ്ധന്മാരാണ് ഈ കേരളത്തിൽ ഇപ്പൊ വന്നിട്ട് തമ്പടിച്ചിരിക്കുന്നത്? അവരെന്തൊക്കെയാണ്? അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, നമ്മൾ ചെറിയ രീതിയിൽ നമ്മുടെ ഗ്രാമത്തില് ഇത്തരം അനാചാരങ്ങൾക്കെതിരായിട്ട്, അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് പോരാടാൻ തയ്യാറായി വരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒപ്പ് ശേഖരണ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നീ ഒപ്പിടാനുള്ളവരൊക്കെ വരണേ, ഒപ്പിടണേ. കുറച്ചു പേരൊന്നും ഒപ്പിട്ടില്ലാന്ന്. ഇങ്ങാടൊന്നും വന്നിടൂല, നമുക്ക് അങ്ങോട്ട് പോയി ഇടിച്ചൂടെ? നമുക്ക് ആ വർഗീസുകാരൻ്റെ വീട് വരെ ചെല്ലാം. കൈയും കാലം തളർന്നു കിടക്കുമല്ലോ. കയ്യും കാലം നല്ല ഓർമ്മയുണ്ടല്ലോ അയാൾക്ക്. തളർച്ചയിലും നാടിന്റെ ഒപ്പം ക്യാപ്ഷൻ ഫേസ്ബുക്കിൽ ഇട്ടൂടെ?